ഭയങ്കര പ്രശ്നങ്ങളാണ്. ഷാനവാസുകാർക്ക് നെഞ്ചുവേനൊന്ന് ആശുപത്രി കൊണ്ടുപോയെന്നും പറഞ്ഞ് കടയിരുന്ന് എന്നെ ഒരു 10 വട്ടം ഉമ്മ വിളിച്ച് ഇന്ന് എന്തെങ്കിലുമൊക്കെ ആണ്. എന്തോ പ്രശ്നം എന്തോന്നത്തെ അറിഞ്ഞോ? ഷാനവാസിന് വയ്യാതെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയടാ. നെഞ്ചുവേദനയായിട്ട് ഞാൻ കണ്ട് ലൈവില്. നിവിനും അവനും കൂടെ പിടിയും വലിയൊക്കെ ഉണ്ടായി. പാലെടുത്ത് അവന്റെ പുറത്ത് ഷാനവാസിന്റെ പുറത്തൂടെ നിവിനെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പിന്നെ അങ്ങോട്ട് തട്ടാൻ ചെന്ന് കയ്യെടുത്ത് എന്തോന്നോ എന്താ ഇവ എന്തോന്നോ ഇങ്ങനെ അങ്ങ് നാക്കുന്നത് കണ്ട് അപ്പോഴത്തേക്ക് ഷാനവാസ് തറയെ വീണ്. അന്നേരത്തേക്ക് ആര്യനും നിവിനും അക്ബറും കൂടെ പറയുക അവൻ ഡ്രാമ കളിക്കുക, കള്ളത്തരാൻ നോക്കൂ. കണ്ണി ചോരയില്ലാത്തവന്മാർ ഇത്രയും നാള് കൂടെ വന്നവരല്ലേ. ഒരാള് തറയെ വീണ് കിടക്കുമ്പോ യുവന്മാര് ചെന്ന് ശത്രുക്കളാണെങ്കിൽ പോലും അത്രയും ഒരു വേദന പറ്റി അത് നെഞ്ചു പൊത്തി അയാൾ ഇരുന്നപ്പോ യുവന്മാർക്ക് അത് കൊള്ളാവോ? യുവന്മാരെ പെൺപിള്ളേരെല്ലാരും ചെന്ന് അതിലെ നോറ അനുമോളും ചെന്ന് അനീഷ മുമ്പേ ചെന്ന് പിടിച്ചെണീപ്പിച്ച് അനീഷ അവിടെ നീ ചോദിക്കത്തില്ല അനീഷിനെ എന്തുകൊണ്ടാ ഇഷ്ടം? ഇതൊക്കെ കൊണ്ടാ എനിക്ക് ഇഷ്ടം അനീഷിനെ. അനീഷ മുമ്പേ ചെന്ന് അവനെ പിടിച്ചെണീപ്പിച്ച് ആ പെൺപിള്ളേരും ചെന്ന് പിടിച്ചെണീപ്പിച്ച് കൊണ്ടുപോയത്. ആശുപത്രി കൊണ്ടുപോയി എന്തോ ആയെന്ന് പോലും അറിയാൻ വയ്യാതിരിക്കുന്നു. ബിഗ് ബോസ് വാൺ ചെയ്തിട്ട് എന്തോ കാര്യം അവനെടുത്ത് ചെയ്തിട്ടല്ല ഇന്ന് തന്നെ ഇറക്കി വിടണ്ട. ലാലേട്ടൻ വരാൻ കാത്തിരിക്കലും ചെയ്യാതെ ലാലേട്ടൻ വരാൻ കാത്തിരിക്കണ്ട, ഇന്ന് തന്നെ ഇറക്കി വിടണം. അതാ എനിക്ക് പറയാനുള്ളത്. ആ 3 പേരും കൊള്ളത്തില്ലടാ. ആര്യനും കൊള്ളത്തില്ല, നിവിനും കൊള്ളത്തില്ല, അക്കൂറും കൊള്ളത്തില്ല. മനസാക്ഷി എന്ന് പറഞ്ഞാൽ തൊട്ട് തീണ്ടിട്ടില്ല. ലാലേട്ടൻ വരാൻ കാത്തിരിക്കാതെ യുവമാർക്ക് തലക്കടിയും കൊടുത്ത് ഇപ്പൊ തന്നെ ഇറക്കി വിടണം. ഓൾറെഡി നെഞ്ചുവേനൊക്കെ ഉള്ളതെന്ന് ഇവർക്ക് അറിയാം. അപ്പോഴത്തേക്ക് ഇങ്ങനെ വയ്യാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർ നോക്കണമായിരുന്നു. എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഈ ഒരു കാണിച്ച രീതിയിൽ അയാൾക്ക് അത്യാവശ്യം നോക്കണ്ട. ഇത്രയും നാള് കൂടെ നിന്നതല്ലേ. ആ അനീഷിനാണെങ്കിൽ ഭയങ്കര ഛർദിൽ, ആ വിഷമം കാരണം ഇത്രയും നേരം കിടന്ന് ഛർദിക്കുമായിരുന്നു. ആ വിഷമിച്ച് ഷാനവാസിനെ കൊണ്ടുപോയ വിഷമത്തിന്റെ വെപ്രാളം കയറി ഛർദിലായിരുന്നു. എന്നാലും നെവിൻ പുറത്തു പോകേണ്ടവനാണ്. ഈ ആഴ്ച തന്നെ അവനെടുത്ത് പുറത്തു കളയണം. കുറവെങ്കിൽ ഇവനെ സഹിക്കാൻ വയ്യ. ഇതിലും വലുത് ഇതിനകത്ത് കാണിക്കും. ബിഗ് ബോസ് മിണ്ടാതിരുന്ന ഇതാണ് ഭയങ്കര. അതാ ബിഗ് ബോസിൽ ലാലേട്ടന് മിണ്ടണം, ഇവനെതിരായിട്ട് മിണ്ടണം. എല്ലാരും അതാ പറയുന്നത്. ലാലേട്ടൻ വരാൻ കാത്തിരിക്കാതെ ബിഗ് ബോസ് പുറത്താക്കണം. അതാ ചെയ്യേണ്ടുന്നത്. എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ഷാനവാസിന്റെ കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു സാധനം മേടിക്കാതെ വന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? നിനക്ക് കഴിക്കാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ ഷാനവാസിന്റെ കാര്യം അറിയാൻ വയ്യാതെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് കഴിക്കാൻ കഞ്ഞി ഇരിക്കൊണ്ട് പോയി എടുത്തുകൂടി. എന്തോ പറയാനാന്ന് പറ.